വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്രീഷൻ ആണ്. അതായത് ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നോക്കുക എന്നുള്ളത് മാത്രമാണ്. സോ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ഫുഡാണെന്ന് പറയാം അല്ലേ. നമ്മൾ ഫുഡിന്റെ കൂടെ തന്നെയാണ് ഈ ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഉണ്ടോ, ഈ പറഞ്ഞ വൈറ്റമിൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും കൺസേൺ ആവാറുണ്ട്. എന്തിനു വേണ്ടി നമുക്ക് ന്യൂട്രീഷൻ ആവശ്യമാണ്? നമുക്ക് മേജർ മെയിൻ്റനൻസിനും ഗ്രോത്തിനും ആവശ്യമാണ്. സോ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് ടൈപ്പ് ഫുഡ് കൺസ്യൂംഡും ക്വാളിറ്റി ഓഫ് ദ ഫുഡ് കൺസ്യൂംഡും. ഇപ്പൊ നിങ്ങൾ വെറുതെ കുറെ സ്റ്റാർച്ച് മാത്രം വരിപ്പറക്കി കഴിച്ചു എന്നുള്ളതിലോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചു എന്നുള്ളതിലല്ല, അതിൽ ന്യൂട്രിയൻ വാല്യൂവും കൂടെ ഉണ്ടോ എന്നുള്ളതിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരേപോലെ തന്നെ സോഷ്യൽ ഹെൽത്തും മെന്റൽ ഹെൽത്തിനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ന്യൂട്രീഷന്റെ അളവ് കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് പറയുവാണെങ്കിൽ ഒറിജിൻ വെച്ച് നോക്കുവാണെങ്കിൽ ആനിമൽ ഒറിജിൻ ഉണ്ട്, വെജിറ്റബിൾ ഒറിജിൻ ഉണ്ട്. ഇനി കെമിക്കൽ കമ്പോസിഷൻ ആണെങ്കിൽ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ, മിനറൽസ് ആണ്. ഇനി ഫംഗ്ഷൻ ആണെങ്കിൽ മിൽക്ക്, മീറ്റ്, ഫിഷ്, എഗ്. എനർജി ആണെങ്കിൽ ഷുഗർ, റൂട്ട്, ഫാറ്റ്സ്, ഓയിൽ. പ്രൊട്ടക്റ്റീവ് ഫുഡ് ആണെങ്കിൽ വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ആൻഡ് മിൽക്കും. ആൻഡ് അതർ ബേസിസ് ആണെന്നുണ്ടെങ്കിൽ സിറിയൽസ്, മില്ലറ്റ്സ്, വെജിറ്റബിൾസ്, പൾസസ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, കുഞ്ഞിലെ മുതൽ പഠിക്കുന്നതാണ്. എന്താ ബാലൻസ് ഡയറ്റ്? പ്രോപ്പറായിട്ട് ഫൈബർ, ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ, മിനറൽസ് എല്ലാം ഒരേപോലെ അല്ലെങ്കിൽ ഒരേപോലെ തന്നെ നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഫുഡിനകത്ത് ഉണ്ടാവണം. നമുക്ക് പ്രോപ്പർ എനർജി തരണം. പ്രോട്ടീൻ റിക്വയർമെന്റ് 10 to 15 ഡെയിലി ആണ്. ഫാറ്റ് ആണെങ്കിൽ 15 to 30 ആൻഡ് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഫൈബറോടെ നമുക്ക് വേണം എന്നുള്ളതാണ്. സോ ഈ ഒരു ബാലൻസ് ഡയറ്റിന്റെ ഒരു പിക്ചർ, ഒരു പൈ ചാർട്ടൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും. നിങ്ങൾ വരയ്ക്കാൻ ജസ്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, കഴിച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാലൻസ് ഡയറ്റ് ആണ് നമ്മുടെ ഹെൽത്ത്, അല്ലെങ്കിൽ ബേസിക്കലി വെയിറ്റ്, എനർജി ബാലൻസ്, ഫാറ്റി ആസിഡ് ബാലൻസ്, അല്ലെങ്കിൽ ഈവൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആണ് ബാലൻസ് ഡയറ്റ് എന്ന് വെച്ചാൽ. ഈവൻ ദോ ലിമിറ്റ് ഇൻടേക്ക് ഓഫ് സിമ്പിൾ ഷുഗർ, ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ്. സോ കാര്യം നമ്മൾ ബാലൻസ് ഡയറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ കഴിക്കില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ എന്നുള്ളതാണ്. സോൾട്ടൊക്കെ അയോഡൈസ് സോൾട്ട് ആക്കും. നമ്മൾ കൂടുതൽ സോഡിയം എടുക്കില്ല, ആവശ്യത്തിന് എടുക്കുകയുള്ളൂ. കോഫി, ആൽക്കഹോൾ നമ്മൾ കുറയ്ക്കും. ആൻഡ് ഡെയിലി 2 to 3 liters ഓഫ് വാട്ടർ നമ്മൾ കഴിക്കും. സോ ഇംബാലൻസ് ഡയറ്റ് ഉണ്ട്. സോ ബാലൻസ് ഡയറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇംബാലൻസ് ഡയറ്റും കൂടെ എഴുതാം. സോ അണ്ടർ കൺസെപ്ഷൻ ആണെങ്കിൽ പുവർ ഗ്രോത്ത്, പുവർ ഡെവലപ്മെന്റ്, വീക്ക് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഉണ്ടാകും. പിന്നെ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓവർ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ, ഡയബറ്റീസ്, ഹാർട്ട് കണ്ടീഷൻ, ഗൗട്ട്, കിഡ്നി ഡിസീസ് ഒക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി? സോ ബാലൻസ് ഡയറ്റിൽ ന്യൂട്രീഷൻ വാല്യൂ വേണമെന്ന് പറഞ്ഞു. എപ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു? അതായത് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ ആഹാരത്തിലൂടെയാണ് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ കഴിക്കുന്നത് അൺഫിറ്റ് ആയിട്ടുള്ള ഫുഡാണ്. സോ പുവർ ഡയറ്റ്, മെഡിക്കൽ കണ്ടീഷൻ ഒക്കെ ഇതിന്റെ കോസുകളാണ് എന്നുള്ളതാണ്. സോ ഇനി എങ്ങനെയാണ് നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയാൻ പറ്റും? നമ്മുടെ സ്കിന്ന് പേൽ കളർ ആവുക, എപ്പോഴും തളർച്ച, വീക്ക്നെസ്, ബ്രെത്ത് ഡിഫിക്കൽട്ടി, ഹെയർ ലോസ് ഉണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ, ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ, പുവർ കോൺസെൻട്രേഷൻ, ഈവൻ മെൻസ്ട്രേഷൻ പോലും ഇറഗുലർ ആവാറുണ്ട്. അതിനർത്ഥം എന്താണ്? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്നാണ്. താഴേക്ക് എഴുതി തന്നെ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ കോശിയോക്കർ ആണ്, മസിൽ വേസ്റ്റിംഗ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി ഉണ്ട്, വെയിറ്റ് ലോസ്. ഫാറ്റ് ഡെഫിഷ്യൻസി ആണെങ്കിൽ ഡ്രൈ സ്കിൻ, റീപ്രൊഡക്റ്റീവ് ഇഷ്യൂ. വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. മിനറൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ പുവർ ബോഡി ഫംഗ്ഷൻ. ഒരു കാര്യം ആലോചിക്കുക, ഇതിനകത്ത് ഏത് ഡെഫിഷ്യൻസി നിങ്ങൾ എടുത്ത് എഴുതിയാലും നിങ്ങൾക്കിത് ഓൾറെഡി പഠിച്ചതാണ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ പ്രോട്ടീൻ ഇല്ലായ്മയാണ്, അത് കോശിയോക്കർ ആണ് എന്നുള്ളത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. സോ ഞാൻ നോട്ട് ഇതിന് ഓൾറെഡി ആഡ് ചെയ്യും, കാരണം നിങ്ങൾ ഓൾറെഡി ബയോ കെമിസ്ട്രിയിലും അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഞാൻ നോട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കാം, നിങ്ങൾ നോക്കിയാൽ മാത്രം മതിയാവും. ഇനി മൽ ന്യൂട്രീഷനും പ്രിവെൻഷനും ആണ്. സോ ഇത് കോമൺ ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. അണ്ടർ ന്യൂട്രീഷൻ എന്താണ്? നമുക്ക് ഇൻസഫിഷ്യൻ്റ് ഫുഡ് ആയിരിക്കും. സോ ലോ വെയിറ്റ്, ഡിലേഡ് ഗ്രോത്ത് ഒക്കെ ആയിരിക്കും. ഓവർ ന്യൂട്രീഷൻ ആണെങ്കിലോ എക്സസീവ് ആയിട്ട് ഫുഡ് കഴിക്കും, അപ്പോൾ ഒബീസിറ്റി, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കും. സോ മൽന്യൂട്രീഷൻ കാരണം ഉണ്ടാകുന്നത് കോശിയോക്കർ ആണ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്, വാട്ടർ റിട്ടൈൻ ചെയ്യുക, പുവർ മസിൽ ഡെവലപ്മെന്റ്, ഡിഫിക്കൽട്ടി ഇൻ ഈറ്റിംഗ്, ഡ്രൈ സ്കിൻ ഒക്കെ ആയിരിക്കും. മരാസ്മസ് ആണെങ്കിൽ പ്രോട്ടീൻ കലോറി ഡെഫിഷ്യൻസി ആണ് കാരണം ഉണ്ടാവുന്നതാണ്. ഇൻഫന്റ്, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കോമൺലി ഉണ്ടാവുകയാണ്. ആഡിക്കേറ്റ് ആയിട്ടുള്ള പ്രോട്ടീനും കഴിക്കുവാണ്, ഫാറ്റും കാർബോഹൈഡ്രേറ്റും കഴിക്കുവാണെങ്കിൽ നമുക്കിത് ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ കോസ് ഓഫ് മൽന്യൂട്രീഷൻ ക്യാൻസർ, ലിവർ ഡിസീസ്, നൗസിയ ഒക്കെ തന്നെയാണ്. മെന്റൽ കോസ് ആണെങ്കിൽ ഡിപ്രഷൻ, ഡിമെൻഷ്യ, ഷീസോഫ്രീനിയ, അനറക്സിയ ഒക്കെ ഉണ്ടാവുന്നുള്ള, വിശപ്പില്ലായ്മ അനറക്സിയ ഒക്കെ. സോ ഇത് ഉണ്ടാവുന്നുള്ളതാണ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ് അല്ലേ.
സോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മുതൽ തുടങ്ങി ഇതിൽ 2 എക്സാമ്പിൾ കൊടുത്ത് സിംറ്റംസും കൊടുത്ത്, സിംറ്റംസ് ഒക്കെ കോമൺ ആണ്. സോ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് രണ്ടിലും വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ലോ എനർജി, വെയിറ്റ് ലോസ്, കൺഫ്യൂഷൻ, ഇൻഫെക്ഷൻ, ഫെറ്റിക്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പ്രിവെൻഷൻ എങ്ങനെയാണ്, നമ്മൾ തിരിച്ചറിഞ്ഞു ഡിറ്റക്റ്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഫാമിലി പ്ലാനിങ് ചെയ്യുക. കാര്യം നമുക്കിപ്പം പ്രോപ്പറായിട്ട് പണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 4-5 കുട്ടികളെ ജനിപ്പിക്കുന്നേക്കാൾ നല്ലത് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പ്രോപ്പർ ഡയറ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ബയോകെമിസ്ട്രിയിലൊക്കെ പഠിച്ച കാര്യമാണ്. ആ നോട്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കാം, നിങ്ങൾ അതും കൂടെ നോക്കി അങ്ങ് പഠിക്കുക. അപ്പം ഇത് എൻ്റെ ബേസിക്സ് ആണ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.